ഓഡിബിൾ ആൻഡ് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂൽ സെൽസ്. ഈ ഫ്യൂൽ സെൽസിലുള്ളത് ഇൻട്രൊഡക്ഷൻ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഓഫ് ഫ്യൂൽ സെൽ, ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂൽ സെൽ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂൽ സെൽ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്യൂൽ സെൽസ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ. എന്താണ് ഫ്യൂൽ സെൽ? ഫ്യൂൽ സെൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എ ഫ്യൂൽ സെൽ ഇസ് an electrochemical energy conversion device. A fuel cell converts the chemical hydrogen and oxygen into water, and in the process it produces electricity. A fuel cell is a device that generates electricity by a chemical reaction. Every fuel cell has two electrodes, one positive and one negative, called cathode and anode respectively. The reaction to produce electricity takes place at the electrode. ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനാണ് പറയുന്നത് ഫ്യൂൽ സെൽ. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫ്യൂൽ സെൽ. ഫ്യൂൽ സെല്ലിന് 3 പാർട്സ് ആണുള്ളത്. അതിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ആനോഡ് ആൻഡ് കാത്തോഡ്. ആനോഡ് കാത്തോഡ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഒരു ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. ഇതാണ് ഒരു ഫ്യൂൽ സെല്ലിന്റെ ഇമേജ്. നമ്മൾ നോക്കുക, 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡ് ആൻഡ് സെക്കൻഡ് വൺ കാത്തോഡ്. ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, കാത്തോഡിന് നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ ആനോഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ കാത്തോഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് പാർട്ടിക്കിൾസിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ക്ലിയർ? That is, a fuel cell is a chemical energy conversion device. It fuels the chemicals hydrogen and oxygen into water, and in the process it produces electricity. Chemical reaction കൂടി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനാണ് പറയുന്നത് ഫ്യൂൽ സെൽ. ഓക്കെ. ഇതിന് 3 പാർട്സ് ഉണ്ട്. ആനോഡ് കാത്തോഡ്. ആനോഡ് കാത്തോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് ആണ്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ആനോഡ് ആൻഡ് കാത്തോഡ്. പിന്നെ 1 കാറ്റലിസ്റ്റ് ഉണ്ടാവും, ദെൻ ഇലക്ട്രോലൈറ്റ്. ഇത്രയും പാർട്സ് ഉണ്ട് ഒരു ഫ്യൂൽ സെല്ലിന്. ഇതൊക്കെയാണ് ആനോഡ് കാത്തോഡ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിൻ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് ആനോഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്, കാത്തോഡ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. ആനോഡ്സിൽ യൂസ് ചെയ്യുന്നതാണ് പ്ലാറ്റിനം, കാത്തോഡ്സിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിക്കലുമാണ്. പക്ഷെ ഫ്യൂൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ സെല്ല് മെയിനായിട്ടും വർക്ക് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിൻ ആണ്. നമ്മൾ എന്തിനാണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ആ കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ആവുന്നത്. റിയാക്ഷൻ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Then the anode is the negative post of the fuel cell. It conducts the electrons that are free from the hydrogen molecules so that they can be used in an external circuit. It has channels etched into it that disperse the hydrogen gas equally over the surface of the catalyst. അപ്പം ഞാൻ പറഞ്ഞു, ആനോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് പാർട്ടിക്കിൾസിനാണ് അട്രാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ഒരു നെഗറ്റീവ് പോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ആണ് നെഗറ്റീവ് പാർട്ടിക്കിൾസ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ആനോഡിനെ നെഗറ്റീവ് പോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Then cathode is the positive post of the fuel cell. It has channels etched into it that distribute the oxygen to the surface of the catalyst. It also conducts the electrons back from the external circuit to the catalyst.
where they can recombine with hydrogen ions and oxygen to form water. നമ്മൾ വർക്കിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് കാത്തോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക. കാത്തോഡ് ഇസ് ദ പോസിറ്റീവ് ഫ്യൂൾസ്. ഫ്യൂൽ സെല്ലിന്റെ പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാത്തോഡിനെ. കാരണം കാത്തോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ് പാർട്ടിക്കിൾസിനെയാണ് അട്രാക്ട് ചെയ്യുക. ദെൻ so that cathode is considered as the positive of the fuel cell. Then catalyst ആണ്. കാറ്റലിസ്റ്റ് ആനോഡിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം പൗഡറും കാത്തോഡിൽ യൂസ് ചെയ്ത് നിക്കലുമാണ്. ഓക്കെ. ദെൻ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇനി ഒരു ഇലക്ട്രോലൈറ്റും കൂടെ. ഇലക്ട്രോലൈറ്റ് ഇസ് ഓൾസോ കോൾഡ് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ. ഇലക്ട്രോലൈറ്റിനെ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ എന്ന് വിളിക്കും. സ്പെഷ്യലി ട്രീറ്റഡ് മെറ്റീരിയൽ only conducts positively charged ions. ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് പാസ് ചെയ്യുന്നത്. ആൻഡ് മെംബ്രെയിൻ ബ്ലോക്സ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഈ ഇലക്ട്രോലൈറ്റ് ബ്ലോക്ക് ചെയ്യും. ചാർജുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാറ്റലിസ്റ്റ് is the special material that facilitates reaction of oxygen and hydrogen. Usually platinum powder thinly coated on a carbon paper or cloth. കാരണം പ്ലാറ്റിനം പൗഡർ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാറ്റാണ് യൂസ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് പാർട്സ് ഓഫ് ഫ്യൂൽ സെൽ. ഏതൊക്കെയാണ് ഫ്യൂൽ സെൽസ്? ഏതൊക്കെയാണ്? ആനോഡ്, cathode, catalyst and electrolyte. Clear? രണ്ട് ഇലക്ട്രോഡ്സ് ആണത്, ആനോഡും കാത്തോഡും. Then a catalyst and an electrolyte. Then constructionലെ ഞാൻ പറഞ്ഞു ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അത് നെഗറ്റീവ് പോസ്റ്റ് ഓഫ് ദ ഫ്യൂൽ സെൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ ഫ്രീ ഫ്രം ദ ഹൈഡ്രജൻ മോളിക്യൂൾസ് സോ ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. സർക്യൂട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വിസിബിൾ ആണല്ലോ അല്ലേ? ഇതില് സ്റ്റാർ കാണുന്നുണ്ടല്ലോ, ഇമേജിലെ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ. ആദ്യമുള്ള റോഡാണ് ആനോഡ് റോഡ്, സെക്കൻഡ് വൺ കാത്തോഡ്. അപ്പം ഈ ആനോഡ് റോഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ആണ് ഇവിടെ ഫ്യൂവൽ. ഓക്കെ, ഹൈഡ്രജൻ ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യും. ഇലക്ട്രോലൈറ്റിലേക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ആനോഡിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനം യൂസ് ചെയ്യാൻ കാരണം എന്താണ്? റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കാറ്റലിസ്റ്റുമായിട്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് ഹൈഡ്രജൻ പോസിറ്റീവ് അയോൺസ് ആയിട്ടും നെഗറ്റീവ് ഇലക്ട്രോൺസ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഹൈഡ്രജൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആയിരുന്നു, അത് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ പോസിറ്റീവ് ആവും, ഹൈഡ്രജനെ നെഗറ്റീവ് ഇലക്ട്രോൺസുമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അയോൺസ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിളായ അയോൺസ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി പാസ് ചെയ്തിട്ട് റൈറ്റിൽ കാത്തോഡ് ഉണ്ടല്ലോ, കാത്തോഡിൽ ചെല്ലും. കാത്തോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാത്തോഡിലേക്ക് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാത്തോഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഈ അയോൺസ്, പോസിറ്റീവ് അയോൺ ഹൈഡ്രജൻ അയോൺസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആയി മാറും, H2O ആയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ? ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ കാറ്റലിസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും ആവുന്നുണ്ടല്ലോ. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ അയോൺ ആനോഡ് തന്നെ മുകളിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കണക്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആനോഡിന്ന് ഈ ഇലക്ട്രോൺസ് ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് കൂടി പാസ് ചെയ്തിട്ട് കറണ്ട് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് കറണ്ട് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്യൂൽ സെല്ല് മാറിക്കൊണ്ടേയിരിക്കും. The type of electrolyte used is what defines the type of fuel cell used.
ഓക്കെ, പക്ഷെ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ സെയിം തന്നെയായിരിക്കും. ആനോഡിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്താണ്? പ്ലാറ്റിനം പൗഡർ. Anode catalyst is called anode catalyst is mostly using is platinum powder. Okay, platinum powder എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഓക്സിഡൈസ് ദ ഹൈഡ്രജൻ ഫ്യൂൽ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ ഫ്യൂലിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓക്സിഡൈസ് ചെയ്യാനും നമ്മൾ ഈ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയോൺസും ഇലക്ട്രോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് കാത്തോഡിൽ പോയിട്ട് അവിടുത്തെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ബൈ പ്രൊഡക്റ്റ് ആയ വാട്ടർ ആയിട്ട് മാറുന്നു. പിന്നെ ഇലക്ട്രോൺസ്, നെഗറ്റീവ് അയോൺസ്, നെഗറ്റീവ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മളെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കൂടി കറണ്ട് ആയിട്ട് പാസ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ്. ഈ നമുക്ക് ഇവിടെയുണ്ട് കെമിക്കൽ റിയാക്ഷൻ 2H2 എന്ന് പറയുന്നത് എന്തായിട്ട് ആനോഡിൽ വെച്ചിട്ട് 2H2 കൺവേർട്ട് ടു 4H പ്ലസ് 4 ഇലക്ട്രോൺ. 4H എന്ന് ഉദ്ദേശിക്കുന്നത് 4H പ്ലസ് ആണ്. 4H പ്ലസ് പ്ലസ് 4 ഇലക്ട്രോൺ. അതിൽ ഈ 4H പ്ലസ് ആണ് ഇവിടെ കാത്തോഡിലേക്ക് പോയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2O ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ആനോഡിലുള്ള 2H2 4H 4 ഇലക്ട്രോൺസും ആയിട്ട് മാറുന്നു. അവിടെ ഉണ്ടായ ആ 4 ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ, ബൈ പ്രൊഡക്റ്റ് ആയ വാട്ടർ ആയിട്ട് മാറുന്നു. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ the fuel cell is oxidized on the anode and oxygen reduced on the cathode. One species of ions are transported from one electrode to the other through the electrolyte to combine with their counterparts, while electrons travel through the external circuit producing the electric current. Electrons externally connect ചെയ്ത ഇലക്ട്രിക് സർക്യൂട്ടിലേക്കൂടി ഇലക്ട്രിക് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പാസ് ചെയ്യുന്നു. ഇതാണ് ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ്. ക്ലിയർ ആണല്ലോ? The same തന്നെയാണ്. When hydrogen gas is introduced into the system, the catalyst surface of the membrane splits hydrogen gas molecules into protons and electrons. Protons എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ H plus and electrons എന്ന് പറയുന്നത് E negative. The protons pass through the membrane. Membrane എന്ന് പറയുന്നതാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിലേക്കൂടി പ്രോട്ടോൺസ് ആയ H plus പാസ് ചെയ്യുന്നു and react with oxygen. ആൻഡ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ഇലക്ട്രോൺസ് വിച്ച് കനോട്ട് പാസ് ത്രൂ ദി മെംബ്രെയിൻ. പറഞ്ഞല്ലോ, ഇലക്ട്രോലൈറ്റിലെ കൂടി ഒരിക്കലും നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ പാസ് ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്യും. ഇലക്ട്രോലൈറ്റ് നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് വിച്ച് കനോട്ട് പാസ് ത്രൂ ദി മെംബ്രെയിൻ മസ്റ്റ് ട്രാവൽ അറൌണ്ട് ഇറ്റ്, ദസ് ക്രിയേറ്റിംഗ് ദ സോഴ്സ് ഓഫ് DC ഇലക്ട്രിസിറ്റി. ഇത് എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്ത് ഇലക്ട്രിക് സർക്യൂട്ടിലെ കൂടി ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് വർക്കിംഗ്. ദെൻ ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെൽസ്. ഫ്യൂവൽ സെല്ലിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 5 ടൈപ്പായിട്ട്. ഫസ്റ്റ് വൺ ആൽക്കലൈൻ ഫ്യൂവൽ സെൽ, മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂവൽ സെൽ, ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂവൽ സെൽ, proton exchange membrane, and solid oxide fuel cell. Fuel cells are classified into 5. First one, alkaline fuel cell, molten carbonate fuel cell, phosphoric acid fuel cell, proton exchange membrane fuel cell, and solid oxide fuel cell. അങ്ങനെ 5 ഫ്യൂൽ സെല്ലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഫ്യൂൽ സെൽ. ഓരോ ടൈപ്പ് ഞാൻ പറഞ്ഞു, ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഫ്യൂൽ സെല്ലിന്റെ നെയിമിങ്. ഇലക്ട്രോലൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഫ്യൂൽ സെല്ലിന്റെ നെയിമിങ് ചേഞ്ച് ചെയ്യും. ക്ലിയർ? ഇപ്പം ആൽക്കലൈൻ ഫ്യൂൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എല്ലാ ഫ്യൂൽ സെല്ലിലും വർക്കിംഗ് ഒക്കെ സെയിം ആണ്. എക്സാക്ട്ലി സെയിം വർക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. ആനോഡ് ഉണ്ടാവും, കാത്തോഡ് ഉണ്ടാവും. ആനോഡിലെ കാറ്റലിസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിലെ കാറ്റലിസ്റ്റുമായിട്ട് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ് റിയാക്ട് ചെയ്യും.
ഹൈഡ്രജൻ പാർട്ടിക്കിൾസ് റിയാക്ട് ചെയ്തതിന് ശേഷം ഹൈഡ്രജൻ അയോൺസ് ആയിട്ട് പോസിറ്റീവ് അയോൺസ് ആയിട്ടും നെഗറ്റീവ് ഇലക്ട്രോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിലുള്ള പോസിറ്റീവ് അയോൺസ് കാത്തോഡിലേക്ക് കൂടി മൂവ് ചെയ്ത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇനി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മൾ ഔട്ടറിൽ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്ത് ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് കൂടി കറണ്ട് ആയിട്ട് പാസ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഫ്യൂൽ സെല്ലിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് നെയിമിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഫ്യൂൽ സെല്ലിന്റെ നെയിമിംഗ് മാറും. അപ്പൊ ഫസ്റ്റ് ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഫ്യൂൽ സെൽ. ആൽക്കലൈൻ ഫ്യൂൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ. പിന്നെ ഈ ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ആർ ഓൾസോ നോൺ ആസ് ബേക്കൺ ഫ്യൂൽ സെൽസ് ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ഇൻവെന്റർ ഫ്രാൻസിസ് തോമസ് ബേക്കൺ. അദ്ദേഹത്തിന്റെ പേരിൽ ബേക്കൺ ഫ്യൂൽ സെൽസ് എന്നും അറിയപ്പെടാറുണ്ട് ആൽക്കലൈൻ ഫ്യൂൽ സെൽസിനെ. അലോങ് വിത്ത് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ് they were one of the earliest fuel cells developed and have been used by NASA. They consume hydrogen and pure oxygen to produce water, heat and electricity. അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ എക്സാക്ട്ലി സെയിം. നമ്മൾ നോർമൽ ഫ്യൂൽ സെല്ലിന്റെ വർക്കിംഗ് തന്നെയാണ്. The basic construction involves two electrodes that are separated by porous matrix that is saturated with aqueous alkaline solution. This construction is very similar to that of batteries, as are the metals and chemicals used. Alkaline fuel cells use an electrolyte that is an aqueous solution of the potassium hydroxide. അതാണ് പോയിന്റ്. ഇതിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. തേർഡ് പോയിന്റ് കാണുന്നുണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദ കോൺസെൻട്രേഷൻ ഓഫ് KOH ക്യാൻ ബി വാരിഡ് വിത്ത് ഫ്യൂൽ സെൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇതിന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ. ഫങ്ഷനിങ് എന്താണ്? ഇതേപോലെ തന്നെ ആനോഡിലെ വെച്ചിട്ട് ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് കറണ്ട് ആയിട്ട് മാറുന്നു. പോസിറ്റീവ് അയോൺസ് ഒക്കെ എന്താ ചെയ്യും? കാത്തോഡിലേക്ക് പോയി കാത്തോഡിന് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്നു. ഇനി ആൽക്കലൈൻ ഫ്യൂൽ സെല്ലിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ആർ ദ ചീപ്പസ്റ്റ് ഫ്യൂൽ സെൽസ് ടു മാനുഫാക്ചർ. The catalyst that is required on the electrodes can be any of a number of different materials that are relatively inexpensive compared to the catalyst required for other types of fuel cells. ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്യൂൽ മാനുഫാക്ചർ ചെയ്യാൻ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്യൂൽ സെല്ലാണ് ആൽക്കലൈൻ ഫ്യൂൽ സെൽസ്. ഓക്കെ. ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ഓപ്പറേറ്റ് at efficiencies up to 70% and like other fuel cells create little pollution. ഈ ആൽക്കലി ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ആണ്. ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ഹാവ് എഫിഷ്യൻസീസ് ഓഫ് നിയർ 60% in most applications, making them one of the few normal temperature 100 Celsius to 250 Celsius fuel cells to achieve high efficiency without precious metal catalyst. Because they produce potable water in addition to electricity, they have been a logical choice for spacecraft. നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ആൽക്കലി ഫ്യൂൽ സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിന്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഒരു ബെനിഫിറ്റ് ഉള്ളത് കാരണം സ്പേസ് ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ചീപ്പസ്റ്റും ആണ്. സ്പേസ് ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇലക്ട്രിസിറ്റിന്റെ കൂടെ വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇനി ഇതിന്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് it exquisite sensitivity to carbon dioxide. Even trace amount of carbon dioxide that may be present in the fuel or air can affect the cell's operations substantially by converting the potassium hydroxide electrolyte into potassium carbonate. Potassium carbonate is a solid that blocks pores in the cathode.
This reduces the ionic conductivity of fuel cell and diminish the speed with which the reaction can proceed. Alkali fuel cells are limited to closed environments such as space and undersea vehicles and must be run on pure hydrogen and oxygen. ഇതിൽ പൊട്ടാഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ യൂസ് ചെയ്യുന്ന പൊട്ടാഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ബ്ലോക്സ് പോസ് ഓൺ ദി കാത്തോഡ്. ഇതൊരു മെയിൻ ഡ്രോബാക്ക് ആണ്. ആൽക്കലൈ ഫ്യൂൽ സെൽസിന്റെ ലിസ്റ്റ് ഓഫ് ഡ്രോബാക്സ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽ. ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൽ നമ്മുടെ ആൽക്കലി ഫ്യൂൽ സെല്ലായിട്ട് ഡിഫറൻസ് എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓക്കെ, യൂസ് ഫോസ്ഫോറിക് ആസിഡ് ആസ് ദി ഇലക്ട്രോലൈറ്റ്. It operates at high temperature up to 200 degrees Celsius. It has an efficiency of up to 55%. This type of fuel cell is most commonly used in commercial cars. നമ്മൾ കാർസിലൊക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിനിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ല് എന്ന് പറയുന്നത് ഈ മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെല്ലാണ്. ഇത് 200 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. Then phosphoric acid fuel cell were the first fuel cells to be commercialized. It is considered as the first generation of modern fuel cells. മോഡേൺ ഫ്യൂൽ സെല്ലിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെല്ലിന്. ആൽക്കലി ഫ്യൂൽ സെൽ എന്ന് പറയുന്ന ആൻഷ്യൻ ടൈംസിൽ തന്നെ യൂസ് ചെയ്തിരുന്ന ഫ്യൂൽ സെൽ ആയിരുന്നു. ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽ is considered the first generation of modern fuel cells. This type of fuel cell is typically used for stationary power generation. Some phosphoric acid fuel cells have been used to power large vehicles such as city buses. ബസ്, കാറ് ഇതിൻ്റെയൊക്കെ വർക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ് ആണ്. ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ബെനിഫിറ്റും കൂടുതലാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫ്യൂൽ സെൽസ് ടു ബി കൊമേഴ്ഷ്യലൈസ്ഡ്. ആ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ദെൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും കൺസ്ട്രക്ഷൻ എക്സാക്ട്ലി സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്. വർക്കിങ്ങും കൺസ്ട്രക്ഷൻസും ഫംഗ്ഷനിങ് ഒക്കെ നമ്മുടെ ഫ്യൂൽ സെല്ലിലെ വർക്കിംഗ് തന്നെയാണ്. ഈ ഇലക്ട്രോലൈറ്റ് മാത്രമാണ് മാറുന്നത്. ഇലക്ട്രോലൈറ്റ് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓക്കെ, അതിൽ ഈ ആനോഡിൽ ഉണ്ടാകുന്ന റിയാക്ഷനും എല്ലാ റിയാക്ഷൻസ് ഒക്കെ സെയിം ആണ്. 2H2 എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 4H+ഉം 4 ഇലക്ട്രോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിൽ 4H+ എന്ന് പറഞ്ഞാൽ കാത്തോഡിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്കി ഇലക്ട്രോൺസ് ഇലക്ട്രിക് കറണ്ട് ആയിട്ട് പാസ് ചെയ്യുന്നു. സെയിം റിയാക്ഷൻ തന്നെയാണ്, പക്ഷെ ഇലക്ട്രോലൈറ്റ് മാത്രം ഫോസ്ഫോറിക് ആസിഡ്. നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് phosphoric acid fuel cell is that 200 degrees Celsius they tolerate a CO concentration of about 1.5%. Next advantage is that concentrated phosphoric acid electrolyte can operate above the boiling point of water, a limitation on other acid electrolytes that require water for conductivity. The acid requires, however, that other components in the cell resist corrosion. They run on already available fuels. This is the reason that phosphoric acid fuel cells were the first fuel cells to become commercially viable. Phosphoric acid fuel cells of up to 200 kilovolt capacity are in commercial operation and units of 11 megavolt capacity have been tested. Phosphoric acid fuel cells are moderately high temperature fuel cells running at roughly 250 to 300 Celsius. ഫ്യൂൽ സെൽ ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽ ആണ് കാറിലും ഹെവി വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാറ് ഹെവി വെഹിക്കിൾസിലൊക്കെ ഫ്യൂൽ സെല്ലായിട്ട് യൂസ് ചെയ്യുന്നത് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ് ആണ്. പിന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഫ്യൂൽ സെൽ എന്ന് പറയുന്നതും ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെല്ലാണ്. ഈ മോഡേൺ ടെക്നോളജിയിൽ വന്ന ഫസ്റ്റ് ഫ്യൂൽ സെല്ലാണ് ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ്. Then drawbacks എന്ന് പറഞ്ഞാൽ it requires an expensive platinum catalyst which raises the cost of the fuel cell.
ഈ പ്ലാറ്റിനം കാറ്റലിസ്റ്റിന് റേറ്റ് കൂടുതലാണ്, എക്സ്പെൻസീവ് ആയത് കാരണം ഫ്യൂൽ സെല്ല് കോസ്റ്റ് റേസ് ചെയ്തു. പിന്നെ then still rely upon hydrocarbon fuels. This means greenhouse gas emissions are produced and the potential for catalyst poisoning is of concern. അപ്പം ഈ ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെല്ലിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാരണം ഇതിന്റെ പറഞ്ഞല്ലോ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടറിന്റെ കൂടെ പലതരത്തിലുള്ള ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിലെ കൂടി ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഫോസ്ഫോറിക് ആസിഡിന്റെ ഡ്രോബാക്ക് ആയിട്ട് നമുക്കിത് പറയാം. ഓക്കെ, then phosphoric acid fuel cells are less powerful than other fuel cells given the same weight and volume. As a result, these fuel cells are typically large and heavy. Next എന്ന് പറഞ്ഞാൽ molten carbonate fuel cell. Molten carbonate fuel cells. Molten alkaline carbonate like sodium bicarbonate is used as the electrolyte. ഇതില് ഈ molten alkaline carbonate like sodium bicarbonate, molten carbonate fuel cell നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കലൈൻ എന്ന് പറയും, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സോഡിയം കാർബണേറ്റ്, സോഡിയം അല്ലെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റ്, ഈ രണ്ടാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കണേ, മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? സോഡിയം കാർബണേറ്റ്സ് ഓർ മെഗ്നീഷ്യം കാർബണേറ്റ്സ്. മെഗ്നീഷ്യം കാർബണേറ്റ് ഓർ സോഡിയം കാർബണേറ്റ്. മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ഓർ മെഗ്നീഷ്യം കാർബണേറ്റ്. Then next, solid oxide fuel cells. അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഫ്യൂൽ സെല്ലാണ് സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ്. സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കാൽഷ്യം, സിർക്കോണിയം. കാൽഷ്യം ഓർ സിർക്കോണിയം, ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. This is one of the most commercially used fuel cells as they have the highest operating life. It has very high operating temperature of 1000 degrees Celsius, but other parts of the fuel cells may not be able to withstand at the temperature, making it highly unstable. മോസ്റ്റ് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത് സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ് ആണ്. ഈ സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഓർ സിർക്കോണിയം. കാൽഷ്യത്തിന്റെ ഓക്സൈഡ് അല്ലെങ്കിൽ സിർക്കോണിയത്തിന്റെ ഓക്സൈഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ഓക്സൈഡ്സ് ഓർ സിർക്കോണിയം ഓക്സൈഡ്സ് ആർ യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ്സ്. ഫംഗ്ഷനിങ് ഒക്കെ സെയിം, നമ്മൾ ഫ്യൂൽ സെല്ലിന്റെ സെയിം ഫംഗ്ഷനിങ് തന്നെയാണ്. As the device has very high operating temperature, there are some disadvantages. There may be unwanted number of reaction taking place inside the cell due to high temperature. നമ്മൾ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെല്ലിന് ഹൈ ടെമ്പറേച്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം തന്നെ അൺവാണ്ടഡ് റിയാക്ഷൻസ് ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇസ് ദി ഓൺലി ഡിസ്ചാർജ്. വാട്ടർ മാത്രമേ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. higher efficiency than conventional engines. Excellent part load characteristics, zero emissions, long operating period between failures, no rotating parts in the main hardware components, negligible noise pollution. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ്, CO2 discharge with methanol reform, little more efficient than alternatives, technology currently expensive, hydrogen often creating using dirty energy, pure hydrogen is difficult to handle. So നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂൽ സെൽ. Proton exchange membrane fuel cell. These cells work with polymer electrolyte in the form of thin permeable sheet. These cells work with a polymer electrolyte in the form of thin permeable sheet.
Efficiency is about 40% to 50% and operating temperature is about 80 degrees Celsius. Cell outputs ranges from 50 to 250 kilovolt. ഈ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പോളിമർ ഇലക്ട്രോലൈറ്റ് ആണ് ഇൻ ദ ഫോം ഓഫ് തിൻ പെർമിയബിൾ ഷീറ്റ്. ഒരു ലിക്വിഡിന് പകരം സൊല്യൂഷന് പകരം പോളിമർ ഷീറ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സോളിഡ് ഫ്ലെക്സിബിൾ ഇലക്ട്രോലൈറ്റ് വിൽ നോട്ട് ലീക്ക് ഓർ ക്രാക്ക്. ഇതിൽ ലീക്ക് ക്രാക്ക് ഒന്നും വരില്ല. ദി സോളിഡ് ഫ്ലെക്സിബിൾ ഇലക്ട്രോലൈറ്റ് ഡസ് നോട്ട് ലീക്ക് ഓർ ക്രാക്ക്. അതൊരു പോളിമർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ് ഒരു പോളിമർ ഷീറ്റ് ആയതുകൊണ്ട് ലീക്കും ക്രാക്കും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. These cells operate at low enough temperature to make them permeable for homes and cars. ഇപ്പൊ നമ്മൾ വീടുകളിലും നമ്മൾ നോർമൽ ആയിട്ടുള്ള കാർ ഹെവി എഞ്ചിൻ എന്നല്ലാതെ നോർമൽ ആയിട്ടുള്ള കാറിലും നമ്മൾ വീട്ടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂൽ സെൽസ് ആണ്. നമ്മൾ ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂൽ സെൽസ് ആണ് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂൽ സെൽസ്. കാരണം എന്താണ്? ഇതിന് ലോ എനർജി മാത്രമേ നീഡുള്ളൂ. ഇറ്റ് നീഡ്സ് ലോ എനർജി. ക്ലിയർ? Then fuel cell in the application ആണ്. It can be used as power sources in remote areas, can be used to provide off-grid power supplies, can be applicable in both hybrid and electric vehicles, wastewater treatment plant and landfill, cellular phone, laptop and computers, hospitals, credit card centers and police stations, buses, car, planes, boats, forklift, trains, വാക്വം ക്ലീനർ, ടെലികമ്മ്യൂണിക്കേഷൻ, MP3 പ്ലെയേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും നമ്മൾ ഫ്യൂൽ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂൽ സെല്ലിന്റെ ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇലക്ട്രോണിക് ഡിവൈസസിൽ സെല്ലുലാർ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, ദെൻ ബോട്ട്, പ്ലെയിൻസ്, ബസ്, കാർ, ഫോക്ലിഫ്റ്റ്, ട്രെയിൻസ്, വാക്വം ക്ലീനർ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇത്രയും എക്യുപ്മെന്റ്സിലൊക്കെ നമ്മൾ ഫ്യൂൽ സെല്ലിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്യൂൽ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. The first commercial use of fuel cell was in NASA's space program to generate power for satellite and space capsules. North വെക്കണേ the application, main ആയിട്ടുള്ള application, the first commercial use of fuel cells was in NASA's space program to generate power for satellite and space capsules. സാറ്റലൈറ്റ്സിന് പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂൽ സെൽസ്. They are used to power fuel vehicles including automobiles, aeroplanes, boats and submarines. Okay. Clear ആണല്ലോ?